ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ധന ഐശ്വര്യത്തിന്, ധനാകർഷണത്തിന്, ധനസമ്പാദനത്തിന് നമ്മൾ ഇന്ന് അധ്വാനശീലത്തോടൊപ്പം കഠിനാധ്വാനം ചെയ്തു ധനം സമ്പാദിക്കുന്നു. കഠിനാധ്വാനം ചെയ്യാതെ ചിലവർക്ക് ധനം സമ്പാദിച്ച് സമ്പന്നരാകുന്നു. ധനാധ്വാനത്തിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ധനം ഇല്ലാത്തവന്റെ സ്ഥാനം എന്നും ചവിറ്റുകൊട്ടയിലാണ്. അതുകൊണ്ട് നമുക്ക് ധനം വളരെ അത്യാവശ്യമാണ്. ശ്രീ ധനലക്ഷ്മി കടാക്ഷം ഉണ്ടാകണം. നമുക്ക് ശ്രീ ധനലക്ഷ്മി കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാകുള്ളൂ, ധനം ഉണ്ടാകുള്ളൂ. അപ്പൊ ധനാശ്വര്യത്തിന് പല മന്ത്രങ്ങളും പല ഉപാസനകളും പല വ്രതങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ തന്നെ ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടുകൂടിയും ധനലക്ഷ്മി ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിലോ ചിത്രത്തിന് മുന്നിലോ ദീപം കൊളുത്തി വെച്ച്, നെയ്ദീപം കൊളുത്തി വെച്ച് നമ്മൾ മനസ്സ് ഏകാഗ്രതയോടെ നിത്യവും 2 നേരം വീതം നമ്മൾ അഷ്ടൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാൽ, ഈ പറയുന്ന ജപങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക്, അതായത് ധനദേവതാ മന്ത്രം, കനകധാരാ ധ്യാന മന്ത്രം, ശ്രീദേവിയുടെ ഏകാക്ഷരി മന്ത്രം, കുബേരപൂജ, അന്നപൂർണേശ്വരി മന്ത്രം, ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ദിനംപ്രതി നമ്മൾ നെയ്വിളക്ക് കൊളുത്തി വെച്ച് ശ്രീലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുമ്പിലിരുന്ന് 2 നേരവും ഏകാഗ്രതയോടെ മനസ്സ് ഏകാഗ്രമായിട്ട് അർപ്പിച്ച് ഭയഭക്തിയോടെ ജപിച്ചാൽ, നമുക്ക് നിരന്തരമായിട്ട് ജപിച്ചാൽ നമുക്ക് ധനം വന്നുകൊണ്ടേയിരിക്കും. ധനം നല്ല ഐശ്വര്യവും സമ്പത്തും നമുക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഉപാസനയിലൂടെ നമുക്ക് സമ്പത്ത് നേടാം. ഉപാസന സമ്പത്ത് നേടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു മാർഗം തന്നെയാണ്. അതായത് സമ്പത്ത് നേടാത്തവന് എന്താണ്, സമ്പത്ത് നേടുന്നതിനോടൊപ്പം തന്നെ ഈ നന്മയുള്ള പണം നന്മയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ധനലക്ഷ്മി നമ്മളിൽ നിന്ന് പണം തിരിച്ചെടുക്കുമെന്ന് പറയപ്പെടുന്നു. ധനം നേടണമെങ്കിൽ, ശ്രേയസ്സുള്ള ധനം നേടണമെങ്കിൽ അതുകൊണ്ട് ശ്രേയസ് ഉണ്ടാകും. അപ്പൊ നന്മയുള്ള പണം നേടാൻ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാം. സ്ഥിരം നമ്മൾ ധനദേവതാ മന്ത്രം, ശ്രീലക്ഷ്മി മന്ത്രം. ഇനി ഒന്നുമില്ലാത്തവര് ധനം നേടാൻ, ധനൈശ്വര്യം ഉണ്ടാവാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം തന്നെ, മറ്റു മന്ത്രങ്ങളൊന്നും ചെയ്യാനോ ജപിക്കാനോ ഒക്കെ സമയമില്ലാത്തവർ ആദ്യം ചെയ്യുന്ന രാവിലെ എഴുന്നേറ്റിട്ട് ശ്രീം എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്, ധനമാണ്, അത് സമ്പത്താണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ഒരു 108 തവണ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് 108 തവണ ശ്രീം 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 എന്ന് എഴുതുക. ശ്രീം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, സമ്പത്ത്, ധനം എന്നാണ്. ഈ ധനം വരാൻ നമ്മൾ ശ്രീം എന്ന് മാത്രം എഴുതുക. ശ്രീ എന്ന് പറഞ്ഞാൽ അത് ലൈഫിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിന് നമ്മൾ പിന്നെ സമ്പത്ത്, വിജയം, ഈ 2 കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ശ്രീ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ധനം വരാൻ തുടങ്ങും. സമ്പത്ത് വരാൻ, ധനത്തിന്റെ സോഴ്സ് നമുക്ക് ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ധനാകർഷണ മന്ത്രങ്ങളൊക്കെ 2 നേരവും നെയ്വിളക്ക് കൊളുത്തി വെച്ച് 2 നേരവും സമയം ഉണ്ടാക്കി നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമുക്ക് ധനത്തിന് മുട്ടുണ്ടാവില്ല. ധനം വന്നുകൊണ്ടേയിരിക്കും. പല വിധത്തിലും പല സോഴ്സിലും നമുക്ക് ധനം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ശ്രേഷ്ഠമായ മാർഗത്തിൽ കൂടി നമ്മൾ പണം സമ്പാദിച്ചാൽ ശ്രേഷ്ഠമായ മാർഗത്തിൽ കൂടി തന്നെ നമുക്ക് പണം നേടിയെടുക്കാൻ സാധിക്കും. അത് ശ്രേഷ്ഠമായ കാര്യങ്ങൾക്കും നമ്മൾ നന്മയുള്ള കാര്യങ്ങൾക്കും വേണ്ടി ധനം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ധനാഗമനത്തിനുള്ള മാർഗങ്ങളാണ് ധനാഗമന മന്ത്രങ്ങൾ. അതെല്ലാം ഉപാസനയിലൂടെയും ശരിക്കുള്ള ഒരു ആചാരവിധിയിലൂടെയും നമ്മൾ ഈ മന്ത്രങ്ങളെല്ലാം ദിനം നമ്മൾ ആചരിക്കേണ്ടതാണ്.